നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഭവനത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് തന്നെ അടുക്കളയാണ്. അതിനാൽ വീടിൻ്റെ അടുക്കളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം ഒരു ഭവനത്തിൽ എപ്പോഴും കുടുംബത്തിലെ ഗൃഹനാഥ നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ്. ലക്ഷ്മി ദേവി അല്ലെങ്കിൽ സമ്പത്ത് ഇതൊക്കെ നമ്മൾക്ക് അധീനതയിൽ വരികയും അല്ലെങ്കിൽ ധനത്തിൻ്റെ ഭാഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരികയും ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഭവനം നമ്മൾ വൃത്തിയോടെ സൂക്ഷിക്കണം. അത് പ്രാധാന്യത്തോടെ കരുതേണ്ട സ്ഥലവും അടുക്കളയാണ്. കാരണം ഒരു വീട്ടിൻ്റെ അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് പ്രത്യേക അത്യാവശ്യമാണ്. കാരണം ആ വീട്ടിലെ ആ ഭവനത്തിലെ ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യതരം സംബന്ധമായ അസുഖങ്ങളിലേക്കൊക്കെ അത് വഴി തെളിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭവനത്തിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് അടുക്കള വൃത്തിയായും ശുചിത്വത്തോടു കൂടിയും പരിപാലിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് ശുചിത്വത്തിൻ്റെ അല്ലെങ്കിൽ വൃത്തിയുടെ കാര്യം മാത്രമല്ല, അത് സമ്പത്തും ധനവരവിനും എല്ലാം വേണ്ടിയും അത് ആ വൃത്തി എത്രത്തോളം നമ്മൾ പരിപാലിക്കുന്നു അത്രത്തോളം അത് ഗുണകരമായ ഒരു ജീവിതം തന്നെ ആ ഭവനത്തിലുള്ള എല്ലാ ആളുകൾക്കും പ്രദാനം ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ ഒരു വീടിൻ്റെ കേന്ദ്ര ബിന്ദു അടുക്കളയായതുകൊണ്ട് തന്നെ ആ അടുക്കളയിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ, അങ്ങനെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു വീടിൻ്റെ ഒരു ഭവനത്തിൻ്റെ അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഭക്ഷണം പാകം ചെയ്യുക എന്നതാണ്, ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും തറ വൃത്തിയായി സൂക്ഷിക്കണം. അത് അടുക്കള മാത്രമല്ല, ഭവനം മുഴുവനും തൂത്ത് വൃത്തിയാക്കണം. ആ വൃത്തിയാക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിൽ അല്പം കല്ലുപ്പിടുന്നതാണ് ഏറ്റവും ഉത്തമം. അഥവാ കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പിട്ടോളൂ. കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് നിലം തുടയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പം ലിക്വിഡുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ മണത്തിന് വാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് വാസന കിട്ടുന്നില്ല. മഞ്ഞളും ഉപ്പും ഒക്കെ ഇടുമ്പോൾ പക്ഷേ നമ്മുടെ ഭവനത്തിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും വൃത്തിയോടെ വേണം ഭവനം നമ്മൾ കൈകാര്യം ചെയ്യുവാനും. അതിനാദ്യമായി തന്നെ മനസ്സിലാക്കേണ്ടത് പൊട്ടിയ പാത്രങ്ങൾ ഒന്നും തന്നെ അടുക്കളയിൽ സൂക്ഷിക്കുവാൻ പാടില്ല. അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമല്ല അടുക്കള. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ അറിയാതെ കൈതട്ടിയൊക്കെ പൊട്ടും. പ്രത്യേകിച്ച് കുപ്പി ഗ്ലാസ്സുകൾ, മുതിർന്നവരൊക്കെ ചായ കുടിക്കുന്നത് കുപ്പി ഗ്ലാസ്സിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ അറിയാതെ കുട്ടിയുടെ കൈതട്ടിയോ ആരുടെയെങ്കിലും കൈതട്ടി പൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ വക്ക് മാത്രമായിരിക്കും ചിലവും പൊട്ടുന്നത്. ആ ഗ്ലാസ് കളയാതെ അത് വീട്ടിൽ തന്നെ ഒരു മൂലയ്ക്ക് തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ കവറിനകത്താക്കിയൊക്കെ മാറ്റി വെക്കുന്ന ഒരു ശീലം ചില വീട്ടമ്മമാർക്കുണ്ട്. അത് നല്ലൊരു ശീലമല്ല. പൊട്ടിയ സാധനങ്ങൾ അത് എന്ത് വിലയുള്ളതുമാകട്ടെ അത് ഉപയോഗിക്കാൻ നമ്മൾക്കിനി പറ്റില്ല എങ്കിൽ അതത്ര കാശ് കൊടുത്ത് അല്ലേ എന്നൊരു ആവലാതി ഒന്നും കരുതേണ്ട. അത് ഉപേക്ഷിക്കുക തന്നെ വേണം. അതുകൊണ്ട് പൊട്ടിയ പാത്രങ്ങൾ ഒന്നും തന്നെ അടുക്കളയിൽ സൂക്ഷിക്കുവാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അങ്ങനെ ചെയ്യുന്നത് ഉള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഭവനത്തിൽ നെഗറ്റീവ് ഊർജ്ജം, അതായത് നമ്മൾക്ക് നെഗറ്റീവ് ഊർജ്ജം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് എപ്പോഴും പോസിറ്റീവായ ഒരു അന്തരീക്ഷമാണ് അത്യാവശ്യം. അല്ലെങ്കിൽ നെഗറ്റീവ് അന്തരീക്ഷം വരികയാണെങ്കിൽ അത് സമ്പത്തിനെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും, അതേപോലെ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറയെ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചെറിയ പൊട്ടിയ പാത്രത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു ഭവനത്തിൻ്റെ പ്രശ്നങ്ങൾ, വിള്ളലുകൾ ഉണ്ടാകുന്നത് തന്നെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൊട്ടിയ പാത്രങ്ങൾ ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഭവനത്തിൽ നെഗറ്റീവ് ഊർജ്ജം പ്രവേശിക്കുന്നതിന് സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നമ്മൾക്ക് വരാൻ പാടില്ല. പോസിറ്റീവ് ഊർജ്ജമാണ് എപ്പോഴും ഭവനത്തിൽ നിലനിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഒരിക്കലും പൊട്ടിയ വസ്തുക്കൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അതേപോലെ അടുത്ത ചില ആഹാര പദാർത്ഥങ്ങൾ 1-2 ദിവസം വെച്ചിട്ട് സാമ്പാറൊക്കെ നമ്മൾ പണ്ടത്തെ കാലത്ത് സദ്യക്കൊക്കെ പോകുമ്പോഴായിരുന്നു എപ്പോഴും സാമ്പാർ കിട്ടുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ആഴ്ചയിൽ എന്നും സാമ്പാർ വെക്കുന്നുണ്ട്. പക്ഷെ ചില ദിവസങ്ങളിൽ വെച്ച് 2-3 ദിവസം അത് പന്നലായാൽ പോലും അത് കേടായി എന്ന് നമ്മൾ പറയാറില്ല. പന്നലായിപ്പോയി, ചീത്തയായി എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മാറ്റാതെ അവിടെ അടുക്കളയുടെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചേക്കും. 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് ഈച്ചയരിച്ചൊക്കെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ എടുത്ത് പുറത്ത് കൊണ്ട് കളയുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു ആഹാരം പാചകം ചെയ്താൽ തന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് അത് ഉപയോഗിക്കുന്നത് ശരിയുള്ള കാര്യമല്ല. എങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാതിരിക്കാനും സാധ്യമല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും 1-2 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വെച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അത്
ശരീരത്തിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഭവനത്തിലും ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ ആഗിരണം ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കേടായ ഭക്ഷണങ്ങൾ. അതുകൊണ്ട് കേടായ ഭക്ഷണങ്ങൾ എന്ന് തന്നെയാവട്ടെ അത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. അടുത്തതായി വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ ഒരിക്കലും അടുക്കള വരാൻ പാടില്ല. ചില ഭവനത്തിലൊക്കെ നമ്മൾ കയറി വരുമ്പോൾ നേരെ കാണുന്നത് ചിലപ്പോൾ അടുക്കളയായിരിക്കും. ഇപ്പോൾ ഓപ്പൺ കിച്ചണൊക്കെയാണ്, പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ഓപ്പൺ കിച്ചൺ ആയതിനാൽ തന്നെ പുതിയ വീടൊക്കെ ചില ആളുകൾ പുതിയ വീട് പണിഞ്ഞ് ഇട്ടത് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങാറുണ്ട്. കാരണം നമുക്ക് സ്ഥലം ഒക്കെ കിട്ടാതെ വരുമ്പോൾ പുതിയ വീട് പണിഞ്ഞിട്ടത്, ഫ്ലാറ്റ് ആയാലും അല്ലെ എന്ത് കാര്യമാവട്ടെ വീടുകൾ പണിഞ്ഞത് നമ്മൾ വാങ്ങിക്കാറുണ്ട്, വില്ല അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇത് മോഡേൺ രീതി ആയതുകൊണ്ട് തന്നെ മോഡേൺ കിച്ചൺ, അതായത് ഓപ്പൺ കിച്ചൺ എന്ന് പറയും, അങ്ങനെയുള്ള സമ്പ്രദായം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അടുക്കളയാണ് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള ഭവനം അത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതല്ല. പക്ഷേ സ്ഥലപരിമിതി പല കാരണങ്ങൾ കൊണ്ടാവാം അതങ്ങനെ ചെയ്യുന്നത്. എങ്കിൽ പോലും വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ ഒരിക്കലും അടുക്കള വരാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുറയുമെന്നാണ് എൻ്റെ ഒരു പിന്നിലെ ശാസ്ത്രം. പിന്നെ ഓരോ പണിയുന്നതിൻ്റെ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെതായ ആ സംവിധാനങ്ങളെല്ലാം ശരിയായി വരികയും അല്ലെങ്കിൽ ആ ചുറ്റുപാട് അല്ലെങ്കിൽ വസ്തു പരിമിതികളൊക്കെ പലതും ഉണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ വരികയാണെങ്കിൽ ആ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭവനങ്ങൾ വാങ്ങിക്കാൻ, പുതിയ വീടൊക്കെ വാങ്ങിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചും കണ്ടും വേണം അത് മുന്നോട്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീർച്ചപ്പെടുത്തി വാങ്ങുവാനുമായിട്ട്. അതേപോലെ അടുത്തത്, ഭവനത്തിൽ അധികം കത്തികളൊന്നും കത്തി, പിച്ചാത്തി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒന്ന് രണ്ടെണ്ണം അതിൽ കൂടുതലൊന്നും സൂക്ഷിക്കുവാൻ പാടില്ല. അതും നെഗറ്റീവ് ഊർജ്ജത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ 1-2 പിച്ചാത്തി അല്ലെങ്കിൽ ഇരുമ്പൊക്കെ ഉള്ളത് കാണാമറയത്ത് വേണം സൂക്ഷിക്കുവാൻ. കാരണം ആയുധമാണ്. ആയുധം എപ്പോഴും കലഹം, ശണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്ന അവസരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകും. അതേപോലെ തന്നെ 2 ഇരുമ്പ് പിച്ചാത്തിയൊക്കെ എപ്പോഴും അകറ്റി വെക്കണം. അല്ല ചിലപ്പോൾ 2 എണ്ണം ഉണ്ട്, ഉപയോഗിച്ച ശേഷം 2 ഒരുമിച്ച് കൊണ്ട് വെക്കുകയാണെങ്കിൽ അതും വീട്ടിൽ കലഹം ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് പിച്ചാത്തി അല്ലെങ്കിൽ ഇരുമ്പ് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ 2 എണ്ണം ഉള്ളത് 2ഉം ഒരുമിച്ച് വെക്കാതിരിക്കുക. അത് 2ഉം 2 സ്ഥലത്തായി മാറ്റി വെക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഒരുപാട് എണ്ണം ഒന്നും പാടില്ല. ഒരു വീട്ടിലാണെങ്കിൽ ആവശ്യത്തിന് 1-2 അതിൽ കൂടുതൽ പാടില്ല. അടുത്തത്, ഒരു ഭവനത്തിൻ്റെ ഏറ്റവും വൃത്തി വേണ്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ്. അടുക്കളയിൽ നിന്ന് തന്നെയാണ് ആഹാരം പാകം ചെയ്ത് അത് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുന്നതിലൂടെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുമ്പോഴേ അത് നമ്മൾക്കും ശരീരത്തിന് ആ ദിവസം ഉടനീളം അല്ലെങ്കിൽ ആ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് ഒരു ഊർജ്ജമായി വരികയുള്ളൂ. അങ്ങനെയുള്ള ആ അടുക്കളയിൽ പുറത്തുനിന്നുള്ള ആളുകളെ കൂടുതൽ കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ അടുത്ത ബന്ധുക്കളൊക്കെ വരുമ്പോൾ അവർ കാര്യം പറഞ്ഞ് അടുക്കളയിലോട്ടൊക്കെ വരും. അവരോട് ഇറങ്ങി അവിടെ പോയി അപ്പുറത്തിരുന്നോളൂ എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിൽ പോലും അടുക്കളയിൽ ആളുകളെ കൂടുതൽ കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ലക്ഷ്മി ദേവിയുടെ വാസം നമുക്ക് കൂടുതൽ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അടുക്കള. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ പുറത്തുനിന്ന് വരുന്നവരെ പെട്ടെന്ന് കയറ്റാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അത് 2 കാര്യങ്ങളുണ്ട്. ഹൈജീനിൻ്റെ ഭാഗം ഒരെണ്ണമുണ്ട്, എങ്കിൽ പോലും ഈ ഒരു വസ്തുതയുമുണ്ട്. അതുകൊണ്ട് അടുക്കളയിൽ പുറത്തുനിന്നുള്ള ആളുകളെ പെട്ടെന്ന് വരുന്നവരെ ഒന്നും കയറ്റാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കേടായ പഴങ്ങൾ, ആപ്പിൾ, ഓറഞ്ച്, പഴം, അതായത് പഴമെന്ന് പറയുന്നത് പെട്ടെന്ന് കേടാവുന്ന ഒരു ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് ഇത് കേടായി അതിന് കൊള്ളില്ല എങ്കിലും അവർ ഇരുന്നോട്ടെ, എന്തുമായാലും കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് പാടില്ല. കേടായെന്ന് തോന്നുകയാണെങ്കിൽ, കഴിക്കാൻ യോഗ്യമല്ല, അത് ഭക്ഷിക്കാൻ യോഗ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. അതേപോലെ ഭവനത്തിലെ ഓരോ അംഗങ്ങളും വൃത്തിയോടും ശുദ്ധിയോടും കൂടി വേണം അടുക്കളയിൽ പ്രവേശിക്കുവാൻ. കാരണം നമ്മൾ അന്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് എന്നത് ഉപരി അവിടെ ലക്ഷ്മിദേവിയുടെ വാസമുണ്ട്. ഭവനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അടുക്കള. അതുകൊണ്ട് അത് വൃത്തിയോടെയും പവിത്രതയോടെയും സൂക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അടുക്കളയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമസ്കാരം.